Hi friends, welcome back to our channel. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ മിഷൻ പ്ലാനർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ഡ്രോണ്, ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ RC കാർ, അതുപോലെ തന്നെ എക്സ്കോപ്റ്റർ, അങ്ങനെ എല്ലാവിധ ഇതും നമുക്ക് ഇതിൽ പ്രോഗ്രാം ചെയ്തത് ഫ്ലാഷ് മെമ്മറി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഇത് APM 2.8 എന്ന ഫ്ലൈറ്റ് കൺട്രോളറാണ്. അപ്പോൾ ഇത് ഒരു ഫ്ലാഷ് മെമ്മറി ആയതുകൊണ്ട് നമുക്ക് ഇതിലെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമുക്ക് മൈക്രോ USB പോർട്ട് ഇതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് മിഷൻ പ്ലാനർ എന്ന സോഫ്റ്റ്വെയറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫ്ലാഷ് മെമ്മറി വഴി നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് GPS എല്ലാ ലൊക്കേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു GPS ആണ്. അപ്പോൾ നമ്മുടെ ഇത് നേരെ കാണാം ഏരോ മാർക്ക് ഫ്രണ്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിൽ ഏരോ മാർക്ക് കാണിച്ചിരുന്നതാണ് ഫ്രണ്ട്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കാണുന്ന ഇതാണ് ഇൻപുട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ റിസീവറിന്, അതുപോലെ ട്രാൻസ്മിറ്റർ റിസീവറും വരുന്ന നമ്മുടെ റിമോട്ട് കൺട്രോളിൻ്റെ റിസീവറിൽ നിന്ന് വരുന്ന ഇൻപുട്ടുകളാണ് 1 മുതൽ 7 വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ S എന്ന് കാണുന്ന സിഗ്നലാണ്. അതുപോലെ തന്നെ നടുക്കുള്ള പ്ലസ്സും അതിൻ്റെ പുറംഭാഗത്തുള്ള നെഗറ്റീവ് സപ്ലൈ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് 8 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒന്ന് നെഗറ്റീവ്, പ്ലസ്, S എന്ന് പറഞ്ഞാൽ സിഗ്നലാണ്. അപ്പോൾ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഇൻപുട്ടിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഇതാണ് ഔട്ട്പുട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ നമുക്ക് ESCയിലാണ് കൊടുക്കുക. BLDC മോട്ടറാണ് ഡ്രോൺ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പം അതിനുള്ള സിഗ്നലാണ് S. അപ്പം പ്ലസ്സും നെഗറ്റീവും നമുക്ക് ESCയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ അതിന് വഴി നമുക്കിവിടെ ഒരു ജമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം JP1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ വേറെ 3 ജമ്പർ പാടുണ്ട്. 1, 2, 3. ഒന്ന് ഞാൻ മൂന്നാമത് നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് കറുപ്പ് കാണാത്തത്. അത് ഫസ്റ്റത്തെ ജമ്പർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ മാഗ്നോമീറ്റർ വർക്ക് ചെയ്യണം. അതിൽ മൂന്നാമത് നമുക്ക് പുറത്തേക്ക് മാഗ്നോമീറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ M8 എന്ന GPS മൊഡ്യൂളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ മാഗ്നോമീറ്റർ മുകളിൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ മോട്ടറിൻ്റെ മാഗ്നറ്റൊക്കെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 11 പിൻസ് കാണാം. അതേപോലെ തന്നെ പ്ലസും മൈനസും സിഗ്നലുണ്ട്. ആ സിഗ്നൽ നമുക്ക് ഒപ്റ്റിക്കൽ അവോയ്ഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻസറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും അതുപോലെ തന്നെ ക്യാമറയുടെ ഗിംബലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗിംബൽ PWM സിഗ്നലിൽ എഴുതിയിട്ടുള്ള അതാണ്. അപ്പോൾ അത് 8 മുതൽ 11 വരെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒബ്സ്റ്റാക്കിൾ അവോയ്ഡ് തന്നെ സെൻസർ ഉണ്ട്, HRC എന്ന് പറഞ്ഞാൽ ആ സെൻസറൊക്കെ വെക്കുകയാണെങ്കിൽ ഈ സിഗ്നൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡ്രോണിനൊക്കെ അതിൻ്റെ ലാൻഡിങ് ഗിയറൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രീസെറ്റ് ബട്ടൺ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ GPS-ൻ്റെ അതാണ്. GPS-ൻ്റെ കണക്ടർ GPS ആണ്. അപ്പോൾ നമ്മൾ GPS സാധാരണ നമുക്ക് പുറത്താണ് M8 എന്ന് പറഞ്ഞ മൊഡ്യൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ബോർഡിൽ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ GPS ഇത് തന്നെയാണ് ചെയ്യുക. അപ്പോൾ GPS-ൻ്റെ താഴെ ഭാഗത്തായിട്ട് മാഗ്നോമീറ്റർ കാണാം, പുറത്തേക്ക് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ ഹാർഡ്വെയർസ് ചേഞ്ച് ചെയ്യണം. SD എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാർഡ്വെയർ സോൾഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12C എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർട്ടിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ജമ്പർ കണക്ഷൻ നമുക്ക് കാണാം. ഫസ്റ്റത്തത് നമ്മുടെ ഉള്ളിലെ മാഗ്നോമീറ്റർ വരുന്നതിനും, മൂന്നാമത്തത് ഞാൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് അവിടെ കട്ടിങ് കാണാം. അത് പുറത്തേക്കുള്ളതാണ്. പുറത്തേക്കുള്ള മാഗ്നോമീറ്റർ, അതിൻ്റെ കട്ടിങ് ആണ് GPS-ൻ്റെ താഴെ വരുന്ന ഈ കണക്ടർ. ഈ ഒരു മാഗ്നോമീറ്റർ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മാഗ്നോമീറ്റർ ഉപയോഗിക്കില്ല. ഈ സിസ്റ്റത്തിൽ തന്നെ ഈ ബോർഡിൽ തന്നെ മാഗ്നോമീറ്റർ ഉണ്ട്. അപ്പോൾ മാഗ്നോമീറ്റർ വേണ്ട പുറത്തേക്ക് ആക്കുകയാണെങ്കിൽ നമ്മുടെ M8 എന്ന് പറഞ്ഞ മൊഡ്യൂളുണ്ട്, അതിൽ GPS-ഉം വരുന്നുണ്ട്. അപ്പോൾ ആ GPS വരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു താഴെ വരുന്ന ഈ ഒരു ജമ്പർ കണക്ഷൻ ഉണ്ട്, 1, 2, 3 ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ജമ്പർ കണക്ഷൻ. അപ്പം 3-ലാക്കിയിട്ട് ആ 3-ലേക്ക് ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ GPS-ൻ്റെ താഴെ കണക്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ 12C-ലേക്ക് ആക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ PM എന്നെഴുതിയ അതാണ് നമ്മുടെ സപ്ലൈ വരുന്നത്. ഇതിൻ്റെയൊക്കെ വിശദമായ വീഡിയോസ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ ഓരോ മൊഡ്യൂൾസ് നമ്മൾ കണക്ട് ചെയ്യുന്ന കാണിക്കുന്ന ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇതെന്താ ബോർഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഓരോ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ P1 എന്ന് പറഞ്ഞാൽ ഈ പവർ സപ്ലൈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ പ്ലസ് നമുക്ക് ഈ ഔട്ട്പുട്ടിലെ പ്ലസ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ജമ്പർ നെഗറ്റീവും സിഗ്നലുണ്ട്. ഇതിലൊരു പ്ലസ് നമുക്ക് ഈ ഒരു കൊടുക്കുന്ന സപ്ലൈയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇതിലേക്ക് ലോഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ESC ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സപ്ലൈ കൂടി തിരിച്ചു വരും. അപ്പോൾ ആ ജമ്പർ നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഊരി ഒഴിവാക്കണം. അതേ സമയത്ത് സെർവോ മോട്ടർ ആണെങ്കിൽ നമുക്ക് സപ്ലൈ ആവശ്യമുണ്ട്. അപ്പോൾ ആ ജമ്പർ അപ്പം സെർവോ മോട്ടറാണ് അതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്.
ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റായി ചോദിക്കാൻ സംശയങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു അഡ്രോബേറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ കണക്ഷനും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഡ്രോൺ വരെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാണാം. ഓക്കെ, ബൈ.